അടുത്തത് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം, ബോൺസ് ഓഫ് സ്കൾ ആൻഡ് തൊറാസിക് ഏജിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പലതവണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു പോർഷൻ ആണ് ഫോണ്ടനൽസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് 1 മാർക്കായിട്ടും അതുപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫോണ്ടനൽസ് എന്ന് നോക്കാം. The bones of the skull of an infant at birth are not completely ossified. The spaces between the bones are filled in by membrane, and at the angles of the bones, these membranes are called fontanelles. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, ഇൻഫൻസ് എന്ന് പറയുമ്പോൾ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇൻഫന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ കാര്യത്തിൽ അവരുടെ സ്കൾ ബോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബർത്ത് ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് ഓസിഫൈഡ് ആയിരിക്കത്തില്ല. അതായത് കംപ്ലീറ്റ് ബോൺ കൊണ്ടൊന്നും ആയിരിക്കത്തില്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ബോൺസിന് ഇടയിലുള്ള സ്പേസസ് ഫില്ല് ചെയ്തിരിക്കുന്നത് മെംബ്രെയിൻസ് ആണ്. ഓർത്ത് വെച്ചിരിക്കുക, ഇത് ഇൻഫൻസിന്റെ കേസിൽ മാത്രമാണ് ഈ ഒരു സ്ട്രക്ചർ കാണപ്പെടുന്നത്. ഇപ്പൊ ബർത്ത് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സ്കൾ ബോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഓസിഫൈഡ് അല്ല. അവരുടെ ആ ഒരു ബോൺസിനിടയിലുള്ള സ്പേസസ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഒരു മെംബ്രെയിൻ വഴിയിട്ടാണ്. ഈ ഒരു ബോൺസിന്റെ ആംഗിളിൽ ഈ മെംബ്രെയിൻസിനെ നമ്മൾ പറയുന്നത് ഫോണ്ടനൽസ് എന്നാണ്. ഓക്കെ, ഈ ഫോണ്ടനൽസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അവർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, fontanelles allow for flexibility during childbirth and rapid growth of the infant's brain. 2 കാര്യങ്ങൾക്കാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്നാമത്, നമ്മുടെ ചൈൽഡ് ബർത്തിന്റെ ടൈമിൽ ഒരു ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഹെഡ് റീജിയൻ ആണല്ലോ ആദ്യം പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ചൈൽഡ് ബർത്തിന്റെ ടൈമിൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി തരാനും അതുപോലെ തന്നെ ഇൻഫന്റിന്റെ ബ്രെയിനിന്റെ ഗ്രോത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫോണ്ടനൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻഫൻസിൽ മാത്രം കാണപ്പെടുന്നതാണെന്ന്. അപ്പോൾ കുഞ്ഞ് കുറേശ്ശെ വലുതാവുന്നതിനനുസരിച്ച് ഫോണ്ടനല്ല പതിയെ പതിയെ ക്ലോസ് ആവും. എന്നിട്ട് എന്തായിട്ട് മാറും? നമ്മുടെ അഡൾട്ടിൽ കാണപ്പെടുന്ന സോളിഡ് സ്യൂച്ചേഴ്സ് ആയിട്ട് മാറും. സ്യൂച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ സ്കള്ളിലുള്ള ബോൺസിനെ തമ്മിൽ യുണൈറ്റ് ചെയ്തിരിക്കുന്നത് ഇമ്മൂവബിൾ ജോയിന്റ്സ് ആയിട്ടുള്ള സ്യൂച്ചേഴ്സ് ആണ്. അപ്പം ഇൻഫൻസിൽ ഫോണ്ടനല്ല എന്ന് പറയുന്ന സ്ട്രക്ചർ പതിയെ ക്ലോസ് ആയിട്ട് പിന്നീട് ഇത് എന്തായിട്ട് മാറും? അഡൾട്ടിൽ കാണപ്പെടുന്ന സോളിഡ് സ്യൂച്ചേഴ്സ് ആയിട്ട് മാറും. ഇനി അടുത്തതെന്ന് പറയുന്നത്, ലാർജസ്റ്റ് ഓഫ് ദീസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ ഫ്രോണ്ടൽ ആൻഡ് ദ 2 parietal bones where the coronal sagittal sutures meet. This is called the anterior fontanelle. This fontanelle normally closes at the age of 18 months. അപ്പൊ നമുക്ക് 2 തരത്തിലാണ് ഫോണ്ടനല്ല ഉള്ളത്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ഫോണ്ടനല്ലയാണ് ആന്റീരിയർ ഫോണ്ടനല്ല എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രോണ്ടൽ ബോൺസിന്റെയും 2 പെറൈറ്റൽ ബോൺസിന്റെയും ഇടയിലായിട്ട് നമ്മുടെ കൊറോണൽ സ്യൂച്ചറും സജൈറ്റൽ സ്യൂച്ചറും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു ആന്റീരിയർ ഫോണ്ടനല്ലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫോണ്ടനല്ലയിൽ തന്നെ ലാർജസ്റ്റ് ആണ് ആന്റീരിയർ ഫോണ്ടനല്ലെ. അത് കാണപ്പെടുന്നത് നമ്മുടെ കൊറോണൽ സ്യൂച്ചറും സജൈറ്റൽ സ്യൂച്ചറും കൂടെ മീറ്റ് ചെയ്യുന്ന ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രോണ്ടൽ ബോണും 2 പെറൈറ്റൽ ബോണും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷൻ, അവിടെയാണ് നമുക്ക് ആന്റീരിയർ ഫോണ്ടനല്ലെ കാണാനായിട്ട് സാധിക്കുന്നത്. നോർമലി ഫോണ്ടനല്ല ക്ലോസ് ആവുമെന്ന് പറഞ്ഞു. ഈ ആന്റീരിയർ ഫോണ്ടനല്ല ക്ലോസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 18 മന്ത്സിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു 18 മാസം അല്ലെങ്കിൽ ഒരു 1.5 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ഈ ഒരു ആന്റീരിയർ ഫോണ്ടനല്ല ക്ലോസ് ആവുന്നത്. നെക്സ്റ്റ്, പോസ്റ്റീരിയർ ഫോണ്ടനല്ല. ഇറ്റ് ലൈസ് അറ്റ് ദ ബാക്ക് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ 2 parietal and the occipital bones. ഈ പോസ്റ്റീരിയർ ഫോണ്ടനല്ല നോർമലി കാണപ്പെടുന്നത് 2 പെറൈറ്റൽ ബോണിനും അതുപോലെ തന്നെ നമ്മുടെ ഒസിപ്പിറ്റൽ ബോണിനും അതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു ജംഗ്ഷനിലാണ്. അതായത് നമ്മുടെ സജൈറ്റൽ സ്യൂച്ചറും അതുപോലെ തന്നെ നമ്മുടെ ലാംഡോയിഡ് സ്യൂച്ചറും കൂടെ ചേരുന്ന ആ ഒരു ജംഗ്ഷൻ, ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പോസ്റ്റീരിയർ ഫോണ്ടനല്ല കാണാൻ പറ്റുന്നത്. ഇത് സ്മോൾ ആണ്. ആന്റീരിയർ ഫോണ്ടനല്ലയാണ് ലാർജ് ആയിട്ടുള്ളത്, പോസ്റ്റീരിയർ ഫോണ്ടനല്ലയാണ് സ്മോള്. പക്ഷെ ഇത് ക്ലോസ് ആവുന്നത് സൂൺ ആഫ്റ്റർ ബർത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് ക്ലോസ് ആവും. അതേസമയം ആന്റീരിയർ ഫോണ്ടനല്ല ക്ലോസ് ആവാൻ 18 മന്ത്സ് വരെ എടുക്കും. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. അപ്പൊ ഇതില് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫ്രണ്ടില് നമ്മുടെ ആ ഒരു കൊറോണൽ സ്യൂച്ചറും അതുപോലെ തന്നെ സജൈറ്റൽ സ്യൂച്ചറും കൂടെ മീറ്റ് ചെയ്യുന്ന ഫ്രോണ്ടൽ ബോണിന്റെയും 2 പെറൈറ്റൽ ബോണിന്റെയും കൂടെ എല്ലാത്തിന്റെയും കൂടെ ജംഗ്ഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് ആന്റീരിയർ ഫോണ്ടനല്ല ഉള്ളത്. ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സജൈറ്റൽ സ്യൂച്ചറും അതുപോലെ തന്നെ ലാംഡോയിഡ് സ്യൂച്ചറും കൂടെ മീറ്റ് ചെയ്യുന്ന ഭാഗം, അതായത് നമ്മുടെ 2 പെറൈറ്റൽ ബോണും ഒസിപ്പിറ്റൽ ബോണിന്റെയും കൂടെ ജംഗ്ഷൻ, ആ ഭാഗത്തായിട്ടാണ് നമുക്ക് പോസ്റ്റീരിയർ ഫോണ്ടനല്ല കാണാൻ പറ്റുന്നത്. ഓക്കെ,